നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വളരെ കാലമായി തുടർന്നു വരുന്ന ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ അവസാന നാളുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. യഥാർത്ഥത്തിൽ 1947 പാകിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ബലൂച്ച് പാകിസ്ഥാന്റെ ഭാഗമല്ലായിരുന്നു. എന്നാൽ അവരെ ഒരു കോൺഫെഡറേഷനിൽ കൂടെ നിർത്താമെന്ന് പറഞ്ഞ് വ്യാജേന അവരെ ഇന്ത്യയിൽ നിന്ന് പിടിച്ചു മാറ്റുകയും തിരിച്ച് ഒരു സൈനിക നീക്കത്തിലൂടെ ജിന്നയുടെ ഒരു ചതിയിലൂടെ ആ പ്രദേശ പട്ടാളത്തെ അയച്ച് കീഴ്പ്പെടുത്തുകയായിരുന്നു. എന്നാലും പാകിസ്ഥാന്റെ നല്ല കാലങ്ങളിലൊക്കെ അവർക്ക് സഹിച്ച് കഴിയേണ്ടി വന്നു. എന്നാൽ പാകിസ്ഥാനിൽ വിഭജന രീതികൾ വന്നതോടെ, അതായത് തെഹ്രീകെ താലിബാൻ, അഫ്ഗാനിസ്ഥാൻ, പാക് ഒക്കുപ്പൈഡ് കാശ്മീർ, ഈവൻ സിന്ധ് പ്രവിശ്യ വരെ പാകിസ്ഥാനിൽ നിന്ന് വിട്ടുപോകാൻ ഒരു പ്രവണത കാണിക്കുമ്പോൾ ഞങ്ങൾ എന്തിന് പുറകോട്ട് നീങ്ങണം എന്നുള്ള രീതിയിലായിരുന്നു ബലൂചിസ്ഥാൻ. നമുക്കറിയാം, ഇന്ത്യയുടെ ശത്രുതയ്ക്ക് വേണ്ടി, ഇന്ത്യയെ തീർക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ പ്രഖ്യാപിത ശത്രുവായ ചൈനയുമായി കൈകോർത്തതോടെ പാകിസ്ഥാന്റെ കഷ്ടകാലം തുടങ്ങി എന്ന് വേണം പറയാൻ. പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് പിടിച്ചെടുത്ത ഒരു ഭൂവിഭാഗം ചൈനയ്ക്ക് കൊടുത്താണ് ചൈനയെ പ്രീണിപ്പിച്ചത്. ഇത് അവർക്ക് അതുകൊണ്ട് അവരുടെ വിശപ്പ് മാറുമെന്ന് വിചാരിച്ചു. ഇല്ല, അവർ ഇന്ത്യയുടെ പ്രദേശങ്ങൾ കൈയടക്കി. ഇപ്പോൾ പാകിസ്ഥാന്റെ പ്രദേശങ്ങളും കൈയടക്കാനാണ് ചൈന ശ്രമിക്കുന്നത്. അത് നേരായ മാർഗത്തിലൂടെയാണ്. പണ്ടത്തെ പോലെ യുദ്ധം ചെയ്തിട്ടില്ല. കരാറുകളിലൂടെയും ഉടമ്പടികളിലൂടെയും ധനസഹായത്തിലൂടെയൊക്കെയാണ് അവർ പാകിസ്ഥാനെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നത്. ബലൂചിസ്ഥാനിലെ പ്രധാനപ്പെട്ട പ്രകൃതി വിഭവങ്ങളും ധാതുക്കളും കൈക്കലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചൈനയുടെ പാകിസ്ഥാൻ പ്രേമം. മാത്രമല്ല, അവർക്ക് അറേബ്യൻ കടലിലേക്ക് അവർക്കൊരു ഓപ്പണിംഗും വേണമായിരുന്നു. എന്തായാലും ചൈനയുടെ സ്വപ്നങ്ങളെല്ലാം വാടിക്കൊഴിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പാകിസ്ഥാന്റെ 41% വരുന്ന ഭൂവിഭാഗം ബലൂചിസ്ഥാന്റെ ഭാഗമായിട്ടുണ്ട്. ഇറാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ബലൂചിസ്ഥാന്റെ ഏരിയയിൽ അവർ ഇന്ത്യൻ ഭാഗത്തോട് ചേർന്ന് കഴിഞ്ഞാൽ അറേബ്യൻ കടലിലേക്കുള്ള പാകിസ്ഥാന്റെ പ്രവേശനം വളരെ പരിമിതമായിട്ട് മാറും. മാത്രമല്ല, ഇപ്പോൾ തന്നെ ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ടും പാകിസ്ഥാൻ ഒരു യുദ്ധസമാന സാഹചര്യത്തിലാണ്, ചൈന ഒഴിച്ചിട്ട്. ചൈന പിന്നെ ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്നു മാത്രമേ ഉള്ളൂ. ബാക്കി രാജ്യങ്ങളെല്ലാം എതിർഭാഗത്താണ്. എന്തായാലും പാകിസ്ഥാന്റെ എതിർത്തുകൊണ്ട് ബലൂചിസ്ഥാൻ സ്വന്തം പതാകയും ദേശീയ ഗാനവും കറൻസിയും പാസ്പോർട്ടും വരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ഔദ്യോഗികമായിട്ട് ഒരു ഭരണകൂടത്തെയാണ് ബലൂജികൾ പ്രഖ്യാപിക്കാനുള്ളത്. നമ്മളെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ പാകിസ്ഥാനുമായിട്ട് എതിർത്ത് നിന്ന് ഇന്ത്യൻ സഹായത്തോടെ എന്ന് വിചാരിക്കാവുന്ന വിധം ഈ മേഖലയിലെ മറ്റൊരു ശക്തിയായിട്ട് മാറിയിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ. പാകിസ്ഥാനെ പിണക്കിക്കൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ ആയിരിക്കും ബലൂചിസ്ഥാനെ ആദ്യമായിട്ട് അംഗീകരിക്കുന്ന രാജ്യം. ബലൂജികൾ പാകിസ്ഥാനികളല്ല. അവർ പറയുന്നത് ഞങ്ങളെ പാകിസ്ഥാനികൾ എന്ന് വിളിക്കരുതേ എന്നാണ്. കാശ്മീരികളും, പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലെ കാശ്മീരികളും പറയുന്നത് ഞങ്ങളെ പാകിസ്ഥാനികൾ എന്ന് വിളിക്കരുതേ എന്നാണ്. സിന്ധികളും പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ട്, ഞങ്ങളെ പാകിസ്ഥാനികൾ എന്ന് വിളിക്കരുതേ എന്നാണ്. ചുരുക്കത്തിൽ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പഴയ പഞ്ചാബ് പ്രവിശ്യയായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അസീം മുനീർ ഫീൽഡ് മാർഷലായി, പക്ഷേ പാകിസ്ഥാൻ 4 പിളരും. അസീം മുനീറിനെ പോലെ ഉള്ള ഒരാളുടെ കീഴിൽ രാജ്യത്തിന് ഒരിക്കലും ഒറ്റക്കെട്ടായിട്ട് നിൽക്കാനോ പുരോഗതിയിലേക്ക് പോകാനോ സാധിക്കത്തില്ല. പാകിസ്ഥാനിലുണ്ടായിരുന്ന ജനപ്രിയ നേതാക്കളെല്ലാം അസ്തമിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നതാണ് രസം. ഇപ്പോൾ ഉള്ളത് കുറെ ജോക്കർമാരാണ്. അപ്പോൾ പാകിസ്ഥാനിലെ ബേനസീർ ഭൂട്ടോയോടെ അവിടുത്തെ ജനപ്രിയ നേതാക്കളുടെ ആ ഒരു നില അവസാനിച്ചു. പിന്നീട് വന്നവരെല്ലാവരും ഈ നമ്മുടെ അച്യുതാനന്ദൻ പറഞ്ഞ പോലെ ആറാട്ടുമുണ്ടന്മാരായിരുന്നു. ജനങ്ങളെ പിന്തുണ അവർക്കില്ലായിരുന്നു, ജനങ്ങളെ ചേർത്ത് നിർത്താനുള്ള കഴിവ് അവർക്കില്ലായിരുന്നു. എന്തായാലും ആ രാജ്യം നശിച്ച് നാറാണക്കല്ലെടുക്കുന്നതാണ് ഇന്ത്യക്ക് കാണാൻ കഴിയുന്നത്. നന്ദി, നമസ്കാരം.